നമസ്കാരം. മദ്രാസിൽ നിന്നും തലസ്ഥാനത്തേക്ക് വന്നാൽ നമ്മുടെ കൽപ്പനയും ഉർവശിയും ഇവരുടെ സഹോദരൻ കമൽ റോയും അടക്കം, കമൽ റോയെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ അടുത്ത കാലത്ത് മദ്രാസിൽ വെച്ച് മരിച്ചു, അറ്റാക്ക് വന്നു. ഇവരൊക്കെ ഈ പറഞ്ഞ പെൺകുട്ടിയും നിർമ്മലും താമസിക്കുന്ന വാടക വീട്ടിലെത്തും, എടപ്പഴിഞ്ഞിയിൽ. ഹോട്ടൽ ഭക്ഷണം കഴിക്കാതിരിക്കാനാണ് വരവ്. മദ്രാസിൽ വെച്ച് ഇരു കൂട്ടരും രണ്ട് കുടുംബവുമായും നല്ല സ്നേഹിതരായിരുന്നു. ഇതിനിടയിലാണ് എൻ്റെ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നത്. ഇതറിഞ്ഞ നിർമ്മൽ എന്നെ കാണാൻ വന്നു. എൻ്റെ അഭിനയ ശബ്ദം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകില്ല സാർ. എൻ്റെ ഭാര്യയ്ക്ക് നല്ല അഭിനേത്രിയാവാൻ കഴിയും, അത് സത്യമാണ്, നല്ല നടിയാണ്, സഹായിക്കണം. ഞാൻ ഏറ്റു എന്ന് മറുപടി കൊടുത്തു. ബംഗ്ലാവിൽ അവധിയുടെ കാസ്റ്റിംഗ് നടക്കുമ്പോൾ ദേവൻ്റെ അനുജനായിട്ട് അഭിനയിക്കുന്ന സുബൈർ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളുമുണ്ട്. അവർ അമേരിക്കയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പൻ മരിച്ചു എന്നറിയുമ്പോൾ ഈ സുബൈറും ഭാര്യയും മാത്രം ബംഗ്ലാവിലെത്തും, പിള്ളേരെ കൊണ്ടുവരില്ല. ആ വേഷത്തിലേക്ക് നിർമ്മലിൻ്റെ ഭാര്യയെ വയ്ക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇക്കാര്യം നിർമ്മലിനെ വിളിച്ച് പറഞ്ഞു. സാറേ, ശരീരം കൊണ്ട് ആ ക്യാരക്ടറിന് എൻ്റെ ഭാര്യ ഓക്കെയാണ്, പ്രായം കൊണ്ട് അവൾ ചെറുപ്പമല്ലേ സാറേ. രണ്ട് മക്കളുടെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവൾ ടൈപ്പായി പോകില്ലേ സാറേ. ഈ സിനിമയിൽ അവരുടെ മക്കളെ കാണിക്കുന്നില്ല, അതിനാൽ എത്ര വയസ്സായി കുട്ടികൾക്ക് എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു മകളുണ്ട് ഔതയ്ക്ക്, അത് ബിന്ദു പണിക്കരാണ് ചെയ്യുന്നത്, കൊച്ചു പ്രേമൻ്റെ ഭാര്യ. ദേവൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് കലാരഞ്ജിനിയാണ്. അവരുടെയും മക്കളെ ഞങ്ങൾ കാണിക്കുന്നില്ല, പറയുന്നതേ ഉള്ളൂ. സാരമില്ല, നമുക്ക് അടുത്തൊരു പ്രോജക്റ്റ് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഞാൻ ആ വേഷം മാട്ടുപ്പെട്ടി മച്ചാനിൽ ജഗതിയുടെ ഭാര്യയായി വന്ന പ്രേമയ്ക്ക് കൊടുത്തു, തിരുവനന്തപുരത്തുകാരി പ്രേമയ്ക്ക്. പാലായിൽ അബുദ തുടങ്ങാൻ ഏർപ്പാടായി, ഒരാഴ്ചയ്ക്കകം തുടങ്ങും ഷൂട്ടിംഗ്, അല്ലെങ്കിൽ സ്വിച്ച് ഓണിന്. ഞാൻ ഇന്ന് പാലയ്ക്ക് പോവുകയാണ്. അപ്പോഴതാ നിർമ്മലിൻ്റെ ഫോൺ വരുന്നു. സാർ, എനിക്കൊന്ന് അത്യാവശ്യമായി താങ്കളെ കാണണം. താങ്കൾ പുതിയ സിനിമ തുടങ്ങുന്നു എന്നുള്ള എല്ലാ വാർത്തയും ഞാൻ അറിഞ്ഞു. താങ്കൾ ചിത്രീകരണം പൂർത്തിയാക്കി തിരിച്ച് തലസ്ഥാനത്തേക്ക് എത്തുമ്പോഴേക്കും ഞാൻ ഈ ഭൂമുഖത്ത് ഉണ്ടാകും എന്നതിന് ഉറപ്പില്ല സാർ എന്ന് പറഞ്ഞിട്ട് അയാളൊന്ന് തേങ്ങി ഫോണിലൂടെ. എനിക്ക് ഈ ആരും, ഞാൻ എപ്പോഴും പറയുന്ന കള്ളമയം പറയല്ല, ആണായാലും പെണ്ണായാലും കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു. പറയാം. ആറ്റുകാലിനടുത്ത് ഐരാണിമുട്ടം എന്ന സ്ഥലത്ത് പകർച്ചവ്യാധികൾക്കുള്ള ഒരു സർക്കാർ ആശുപത്രി സാറിന് അറിയാമോ? ഞാൻ പറഞ്ഞു, അറിയാം. അവിടെ ഞാനുണ്ട്. പോകുന്നതിന് മുമ്പ് ഒന്ന് വന്ന് എന്നെ കാണണം. ഞാൻ ചെന്നു. നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന നിർമ്മൽ ഒരു വശം തളർന്നു മൃതപ്രായനായി കിടക്കുകയാണ്. അവിടെ കട്ടിലിനടുത്തൊരു കസേരയിൽ, ഒരു സ്റ്റൂളിൽ ഒരു 10-14 വയസ്സ് വരുന്ന ഒരു ആൺകുട്ടി ഇരിപ്പുണ്ട്. നോക്കി നിൽക്കുമ്പോൾ നിർമ്മലിൻ്റെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണീരൊഴുകി വരുന്നു. നിസ്സംഗനായി അത് നോക്കി ആ കുട്ടിയിരിക്കുന്നു. പതിയെ നിർമ്മൽ നോർമലായി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. സ്ട്രോക്കായി സാറേ. ആദ്യം അടുത്തുള്ള ആശുപത്രിയിലും പിന്നെ ഇവിടെ ഒരു പരിചയക്കാരൻ കൊണ്ടാക്കി. ഞാൻ ചോദിച്ചു, ഭാര്യ എവിടെ? അയാളൊന്ന് അറച്ചു. ഒരു വശം തളർന്ന എന്നെ ഇനി എന്തിനാ സാറേ അവൾക്ക്? അവൾ യുവത്വം നിറഞ്ഞു നിൽക്കുന്ന പെണ്ണല്ലേ സാറേ. ആഴ്ചകളോളം എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഞാനുണ്ടാക്കുന്ന ഭക്ഷണം നിറയെ കഴിക്കുകയും ചെയ്ത കമൽ റോയുമായി എൻ്റെ ഭാര്യയ്ക്ക് വഴിവിട്ട ബന്ധമുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല സാറേ. ഞാൻ വീണതറിഞ്ഞപ്പോൾ അയാൾ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടെന്താ? അവൾ പോയി സാറേ. പരസഹായമില്ലാതെ മൂത്രം കിടന്നുകൊണ്ട് ഒഴിക്കാൻ പോലും ആകാത്ത എന്നെ എറിഞ്ഞിട്ട് അവൾ പോയി സാറേ.
ഇപ്പോഴവർ രണ്ടുപേരും കൂടി ഹണിമൂൺ ആഘോഷിക്കുകയായിരിക്കും സാറേ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അയാൾ തേങ്ങി തേങ്ങി കരഞ്ഞു. കരച്ചിലിൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ ഒരു നേഴ്സ് കടന്നു വന്നു. അവരെന്നോട് പറഞ്ഞു, ടെൻഷൻ കൂട്ടണ്ട, അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കും. ഞാൻ എന്തൊക്കെയോ ആശ്വാസവാക്കുകൾ നിർമ്മലിനോട് പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്യാമറാമാൻ സൂര്യ കണ്ണനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഈ കുട്ടിയാരാ? എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് സാറേ. ഈ മോനാണ് ഇപ്പോൾ എൻ്റെ ഏക ആശ്രയം. സ്കൂളിൽ പോലും പോകാതെ എനിക്ക് കൂട്ടിരിക്കുകയാണ്. നിർമ്മൽ, ഞങ്ങൾ നാളെ ആൻഡമാനിലേക്ക് പോവുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, എത്രയും വേഗം കോഴിക്കോട്ടേക്ക് പോകും. നിർമ്മലിൻ്റെ നാട് കോഴിക്കോട്ടാണ്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവിടെ ഉണ്ടല്ലോ സഹായിക്കാൻ. നിങ്ങൾ മനസ്സ് വച്ചാൽ നിങ്ങൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകും. ഇവിടെ കിടന്നാൽ കൂടുതൽ കാര്യങ്ങൾ വഷളാകാം. നിർമ്മൽ ഒന്നും മറുപടി പറയാതെ നിശബ്ദനായി മേളിലേക്ക് നോക്കിക്കിടന്നു. ഞാനൊരു 10,000 രൂപ നിർമ്മലിന് കൊടുത്തു. ഒരു ആംബുലൻസ് പിടിച്ച് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കോഴിക്കോട്ടേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചുപോയി. ഞാൻ പറഞ്ഞ പോലെ അയാൾ ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നു, ബംഗ്ലാവിൽ അവധി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയുന്നു നിർമ്മൽ ഈ ലോകം വിട്ടുപോയി എന്ന്. യൂട്യൂബേഴ്സ് പിന്നാലെ നടന്ന് എന്നെ കൊത്തിപ്പറിക്കുന്നു എന്ന വീഡിയോ ഇട്ട് മുഖ്യമന്ത്രിയെ പറ്റിക്കുന്ന ഈ ഭവതിക്ക് നിർമ്മലിനെ ഓർമ്മയുണ്ടോ എന്തോ എനിക്കറിയില്ല. നല്ലവനായിരുന്നു നിർമ്മൽ. നല്ല മുഴക്കമുള്ള ശബ്ദവും മോശമല്ലാത്ത അഭിനയവും നല്ല പെരുമാറ്റവും. എന്നിട്ടും അയാൾക്കൊരു അസ്കിത വന്നപ്പോൾ പ്രായോഗികമായി ചിന്തിച്ച് കൂടുവിട്ടവളാണ് ഭാര്യ എന്ന ലേബലിൽ കുറേ കാലം അയാളെ പറ്റിച്ച് നടന്നത്. ഒരു നട്ടപ്പാതിരിക്ക് സംവിധായകൻ TS സജിക്കൊരു ഫോൺ. TS സജി നിങ്ങൾക്കറിയാമായിരിക്കും. കോട്ടയം കുഞ്ഞച്ചനൊക്കെ ചെയ്ത TS സുരേഷ് ബാബുവിൻ്റെ അനുജൻ. സീരിയൽ രംഗത്ത് തിരക്കുള്ള TS സജി. അയാൾക്ക് ഒരു ഫോൺ. അയാൾ പാതിരാത്രി ഫോൺ എടുക്കുമ്പോൾ മറുവശത്തു നിന്ന് സജി ചേട്ടാ എന്ന് വിളിച്ചു. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ സജിക്ക് മനസ്സിലായ ആളായിരുന്നു. എൻ്റെ താമസ സ്ഥലത്ത് നിന്നും ഇറക്കി വിട്ടു. ആര്? ഉർവശിയും കൽപ്പനയും എല്ലാം കൂടി. എന്തിന്? അവരുടെ അനുജനെ അവർ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അയാളെ അവർ കൊണ്ടുപോയി. ഞാനിപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കയ്യിൽ 10 രൂപയില്ലാതെ ഈ പാതിരാത്രിക്ക് നിൽക്കുകയാണ്. എനിക്ക് ഭക്ഷണം കഴിക്കാനും തിരുവനന്തപുരത്ത് എത്താനുമുള്ള ബസ് ടിക്കറ്റിൻ്റെ പൈസ സഹിച്ചേട്ടൻ തരണം. TS സജി ഒരു ആശ്രിത വത്സലനാണ്. ഒരുപാട് പുലുവാലുകളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ഭാര്യയുടെ ഒരുപാട് ശകാരവും കേട്ടിട്ടുണ്ട്. പക്ഷേ സജി പഠിക്കില്ല. പോലീസ് കേസിലും പെട്ടിട്ടുണ്ട്. എന്നാലും അയാൾ ആശ്രിത വത്സലനാണ്. തൃശ്ശൂരിലുള്ള ആരെയോ TS സജി വിളിച്ചു. അയാൾ പാതിരാത്രിക്ക് വണ്ടി എടുത്തു വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഭവതിക്ക് കാശ് കൊണ്ടെത്തിച്ചു. ബസ് കൂലി കൊണ്ടെത്തിച്ചു. 500 രൂപയാണെന്ന് തോന്നുന്നു. ആ കാശിൽ തലസ്ഥാനത്തെത്തുന്നു ഈ ഭവതി. പുതിയൊരു ജീവിതം തുടങ്ങുന്നു. അനുഭവങ്ങളിൽ നിന്നും പഠിച്ച ആ പെണ്ണ് ഇനിയെങ്കിലും നന്നാവുമെന്ന് ഞാൻ ഇക്കാര്യം സജി പറഞ്ഞപ്പോൾ മറുപടിയും പറഞ്ഞു. ഇനിയെങ്കിലും അവൾ നന്നാവട്ടെ. ഇപ്പോൾ 3 കെട്ടല്ലേ ആയുള്ളൂ. ഇനി നന്നാവും അവൾ. അനുഭവങ്ങൾ ഒരുപാട് കിട്ടിയല്ലോ അവൾക്ക്. നിർമ്മലിനെ കളഞ്ഞിട്ട് കമൽ റോയിയോടൊപ്പം പൊങ്ങിയത് തൃശ്ശൂരിലായിരുന്നു. രണ്ടിനും 10 പൈസയുടെ വരുമാനമില്ല. എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നതിനിടയിൽ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇതേപോലെ ഒരു പാതിരാത്രിക്ക് കമൽ റോയിയെ പുറകു കൂടി വന്ന ഒരുത്തൻ കൂടമോ ചുറ്റികല്ലോ കല്ലോ എന്തോ വെച്ച് തലയ്ക്ക് ഒരൊറ്റ അടിയടിച്ചിട്ട് തല പൊളർന്നു പോയി. നേരെ ആശുപത്രിയിലാവുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇത് ഉർവശി, കലാരഞ്ജിനി, കൽപ്പനമാരുടെ സഹോദരനാണ്. അവരെ വിവരം അറിയിക്കുന്നു. അനുജനല്ലേ. എന്തായാലും കൽപ്പനയും ഉർവശിയും ഒക്കെ ഓടി വന്നു ആശുപത്രിയിലേക്ക്. ആശുപത്രിവാസം കുറേ നീണ്ടു. പിന്നെ കമൽ റോയിയെ മദ്രാസിലേക്ക് കൊണ്ടുപോയി. അമ്മ മോനെ സംരക്ഷിച്ചു. കമൽ റോയി ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു വന്നു.
മലമൂത്ര വിസർജനമെല്ലാം കിടന്ന് തന്നെ. അതിൽ സഹോദരിമാർക്ക് ഒരു വിഷമവും തോന്നിയില്ല. അവർ അതെല്ലാം തൂത്ത് തുടച്ച് പരിചരിച്ചു അയാളെ. ഒരു നാൾ എന്തു കാരണം കൊണ്ടാണെന്നറിയില്ല, ഇനി മോനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് സഹോദരിമാർ ഈ അടിച്ചുകൊണ്ട് പോയ പെണ്ണിനോട് പറഞ്ഞു. അതെന്താണ് കാരണമെന്ന് എനിക്ക് കലാരഞ്ജിനോട് ചോദിക്കാമായിരുന്നു. എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുമ്പോൾ കൽപ്പനയോട് ചോദിക്കാമായിരുന്നു, പക്ഷേ ഞാൻ ചോദിച്ചില്ല. പിന്നെ പണി നന്നായി മേശരി, നാളെ ഒരു വരണ്ട, പണിക്ക് വരണ്ട എന്ന് പറഞ്ഞ കണക്ക് ഭാര്യയെ സഹോദരിമാർ ഒഴിവാക്കി. കമൽ റോയ് അസുഖം ഒരുവിധം ഭേദമായി ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയപ്പോഴേക്കും തിരുവനന്തപുരത്ത് വലിയ സീരിയൽ നടിയായി മാറിക്കഴിഞ്ഞു ഈ ഭവതി. മാറിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഒരു കണ്ട പെൺകുട്ടിയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റി. ഒരു ആൺകുഞ്ഞ് ഭാര്യയുമുള്ളവനെ ഇവൾ അടിച്ചു മാറ്റി. ആലോചിച്ച് നോക്കൂ. അപ്പോൾ കമൽ റോയ്ക്ക് ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ, ഇവിടെ വേറെ ആളായി, ഹൗസ്ഫുള്ളായി. അമൃത TV-യിൽ വിധുബാല അവതരിപ്പിക്കുന്ന കഥയല്ലിത് ജീവിതം എന്ന പരിപാടിയിൽ ഒരു എപ്പിസോഡ് ഈ അമ്മാവി നടിയുടെ എപ്പിസോഡായിരുന്നു. അത് യൂട്യൂബിൽ വലിയ ഹിറ്റായതാണ്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സീരിയൽ നടിയും ഈ ഒരു ഭാര്യയും ഒരു കൊച്ചുമുള്ള, എൻ്റെ നാട്ടിലാണ്, പാപ്പനംകോട്ടുകാരനാണ് ഈ കിഴങ്ങൻ. പുതിയ ഭർത്താവും ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയും കുട്ടിയും ഒക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ നടിയുടെ പ്രകടനമായിരുന്നു ആ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. മര്യാദയ്ക്ക് ഒരു കുഞ്ഞും ഭാര്യയുമായി ജീവിച്ച അഭിലാഷ് എന്ന മരപ്പൊട്ടനെ കെട്ടിപ്പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് അയാളുടെ ഭാര്യയോട് നമ്മുടെ സീരിയൽ അമ്മാവി നടി ഒരു ചോദ്യം ചോദിച്ചു ആ പ്രോഗ്രാമിൽ. നിൻ്റെ കഴിവുകേട് കൊണ്ടല്ലേടി അവൻ എൻ്റെ അടുത്ത് വന്നത് എന്ന് ഒരു മടിയുമില്ലാതെ ക്യാമറയുടെ മുന്നിലിരുന്ന് ചോദിച്ചു ആ പാവം പെണ്ണിനോട്. താടകകൾ ചിരിക്കും പോലെ ചിരിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്, അഹങ്കാരത്തോടെ. എടീ നിനക്ക് കഴിവില്ല, അത് ജീവിതത്തിലാണോ കിടപ്പറയിലാണോ എന്ന് എനിക്കറിയില്ല, എനിക്കത് ഡബിൾ സ്ട്രോങ് ആയിട്ടുണ്ട്, അതുകൊണ്ടല്ലേടി നിൻ്റെ കിഴങ്ങൻ ഭർത്താവ് എൻ്റെ കൂടെ വന്നേ, നീയല്ലേടി അപ്പോൾ പരാജയപ്പെട്ട മറ്റവളെ മറിച്ചോളെ എന്ന് പറഞ്ഞു കുറേ അങ്ങ് പറഞ്ഞു. അത് കേട്ട നാട്ടിൻപുറത്തുകാരിയായ ആ പെൺകുട്ടി ക്യാമറ ഇരിക്കുന്നു എന്ന് ഓർക്കാതെ പൊട്ടി കരഞ്ഞു. അവതാരകയായ വിധുബാല ഒന്നും പറയാനാകാതെ താടിക്ക് കയ്യും കൊടുത്ത് ഇരുന്നു പോയി. മന്ദബുദ്ധികൾ പറയും പോലെ ഞാൻ ഇവളോട് പോകും എന്ന് പറഞ്ഞ് അയാൾ ഈ നടിയുടെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് യവനെയും ചവിട്ടി പുറത്താക്കി അടുത്ത ഇരയെ സംഘടിപ്പിച്ചു. പറയാൻ വിട്ടു, യവനെ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് ഈ അമ്മാവി നടിക്ക് അവൻ ഒരു കുട്ടിയെ കൊടുത്തു, ഗർഭിണിയാക്കി. അത്രയും അവൻ ചെയ്തു.